ലൈഫ് കരാറുകാർ മുങ്ങിയതോടെ തൃശൂർ മണിയൻകിണർ ഉന്നതിയിലെ കുടുംബങ്ങൾ കഴിയുന്നത് തൊഴുത്തിലും ഷെഡുകളിലും. പണം നൽകിയിട്ടും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതോടെ 5 കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കരാറുകാരെ വിളിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ് എന്ന് കുടുംബങ്ങൾ പറയുന്നു. പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ലൈഫ് മിഷനും ട്രൈബൽ വകുപ്പും സഹകരിച്ച് 2022 തുടങ്ങിയ ഭവന പദ്ധതിയാണ് കരാറുകാരുടെ അനാസ്ഥ മൂലം മുടങ്ങിയതെന്നാണ് ആരോപണം. 2 കുട്ടികളെല്ലാം കൊണ്ട് രാത്രിയിൽ ഉറക്കത്ത് വലിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങള് ആകെ ഒരു മകളുണ്ടായിരുന്നു, അവള് മരിച്ചിട്ട് 5 മാസമായി. ഞങ്ങൾക്ക് 2 ആൾക്കും പണിക്കും പോകാൻ വയ്യ. ഞങ്ങൾ അങ്ങനെ ഗതികെട്ട് കിടക്കണ്ട. അയാൾ ഇങ്ങനെ ഞങ്ങളെ കളിപ്പിക്കാൻ പറ്റും? ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ആരെടുത്താ പറയാ? തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ മണിയൻകിണർ ഉന്നതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഉന്നതിയിലെ കൃഷ്ണനും ഓമന ചേച്ചിയും താമസിക്കുന്ന ഒരു വീടാണ്. വീട് എന്ന് പറയാൻ കഴിയില്ല, ഒരു തൊഴുത്തായിരുന്നു. ആ തൊഴുത്തിൽ ടാർപ്പായും മറ്റും കെട്ടി താൽക്കാലികമായി ഇവർ താമസിക്കുകയാണ്. ഈ പഴയ വീട് ചേച്ചി എന്തായിരുന്നു പൊളിക്കാൻ കാരണം? അതെ, എന്താണ് ഗ്രാമസേവൻ പറഞ്ഞു പൊളിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് ദോഷമാണ്, നിങ്ങളിത് പൊളിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഞങ്ങളെ പേടിച്ചിട്ട് അയാളുടെ ജോലി പോണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ വീട് പൊളിച്ചു സാറേ. അതായത് പുതിയ വീട് കിട്ടാൻ പഴയ വീട് പൊളിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിട്ട് ഇവിടെയാണ് താമസം? ഇവിടെയാണ് താമസം. എന്നിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കിടന്ന് നടക്കുക. ഈ ആന വന്ന ശേഷം അതുവരെ ഇവിടെ കിടന്നതാണ്. ആന വന്നപ്പോൾ ഞങ്ങൾക്ക് പേടി. ആരാണെങ്കിലും ജീവനെ പേടിയില്ല സാറേ. അവരെന്താ കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ എന്താ പറയുന്നത്? കോൺട്രാക്ടർ കുഴപ്പമില്ല, ആള് പണിയും, പൈസ കൊടുത്താൽ ആള് പണിത് തരും. പൈസ കൊടുക്കാൻ പ്രശ്നം എന്താണ്? കിട്ടിയില്ല. പഞ്ചായത്തിൽ നിന്ന് കിട്ടണ്ടേ ഞങ്ങൾക്ക് പൈസ, അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇതിൽ ആദ്യത്തെ കോൺട്രാക്ടർ ഉണ്ടായിരുന്നില്ലേ? അവനെ ഒഴിവാക്കി ഞങ്ങള്. ആള് കള്ളത്തരം കാണിച്ചിട്ട്. ആദ്യത്തെ കോൺട്രാക്ടർ ഇങ്ങനെ പറ്റിച്ചിട്ട് പോയ കാരണം രണ്ടാമത്തെ പൈസയും കിട്ടുന്നില്ല. ഇതാണ് ഓമനയ്ക്കും കൃഷ്ണനും ലൈഫിൽ അനുവദിച്ച് കിട്ടിയ വീട്. ഈ വീടിന്റെ സൺഷെയ്ഡ് വാർപ്പ് മാത്രമാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത്. മേൽക്കൂരയുടെ പണി ഒന്നും ആയിട്ടില്ല. മണിയൻകിണർ ഉന്നതിയിലെ അഭിജിത്തിന് അനുവദിച്ച് കിട്ടിയ വീടിന്റെ പണി നടക്കുന്നത് ഇവിടെയാണ്. ഈ തറ കെട്ടിയിട്ടുണ്ട്. ഈ 4 വർഷമായിട്ടും തറ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ തറയ്ക്ക് മുകളിൽ ഇപ്പോൾ ഇവർ ഇത്തരത്തിൽ ഈ ഷെഡ് കെട്ടിക്കൊണ്ട് താമസിക്കാൻ ഒരുങ്ങുകയാണ്. വീട് എന്തായാലും പണിത് കിട്ടില്ല ഉടൻ എന്ന് മനസ്സിലായതോടെ ഇവർ ഇത്തരത്തിൽ ഈ ഷെഡ് കെട്ടിക്കൊണ്ട് ഇതിനുള്ളിൽ താൽക്കാലികമായി താമസം ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. മണിയൻകിണർ ഉന്നതിയിലെ കുട്ടമൂപ്പന്റെ വീടും കരാറുകാർ മുങ്ങിയതോടെ അനിശ്ചിതാവസ്ഥയിലാണ്. വീടിന്റെ പണി പാതി വഴിയിലാണ്. വാർത്തു തേച്ചിട്ടുണ്ട്. ടോയ്ലറ്റോ വാതിലോ ജനലോ ഡോറുകളോ വയറിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പോലീസിൽ 1 വർഷം മുമ്പ് പരാതി കൊടുത്തപ്പോൾ ആൾ വന്ന് സ്റ്റേഷനിൽ വന്ന് മധ്യസ്ഥിലാൾ പറഞ്ഞ് ഈ ഏപ്രിൽ വിഷു ആകുമ്പോഴേക്കും പണം കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ ആൾ വന്നില്ല. നമ്മൾ അവിടെ അക്കൗണ്ടിൽ കിട്ടിയ പൈസ ആൾ കൊടുത്തു. അവര് വിളിക്കുമ്പോൾ എന്താ പറയുന്നത്? ഉടനെ വരാമെന്ന് പറയുന്ന അല്ലാണ്ട് വരുന്നില്ല. മെമ്പറോട് പറഞ്ഞു, ഈ കളക്ടറോട് പറഞ്ഞു, ഇനി പറയാത്തവരൊന്നുമില്ല. കോൺട്രാക്ടർമാരോട് ചോദിക്കുമ്പോൾ കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. അവർ ഉടനെ വരാം, ചെയ്തു തരാം എന്നൊക്കെ പറയുമെങ്കിലും ഈ വീടുകളുടെ പണി പൂർത്തിയാക്കാൻ ഇതുവരെ കഴിയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വന്യമൃഗങ്ങളുടെ ശല്യമടക്കമുള്ള ആ സ്ഥലമാണ്. മഴക്കാലം കൂടി വരുന്നതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയാകുമെന്നതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കണമെന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ. ഷാബാസ് ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മളെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. മഴ കൂടി വരാൻ പോവുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ഷെഡുകളിലും ബാത്റൂമിലും ഒക്കെ കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തുകൊണ്ടാണ് അധികൃതർക്ക് മനസ്സിലാകാത്തത് എന്നതാണ്.